പരിശുദ്ധ ഷാബാൻ മാസത്തിലാണല്ലോ നമ്മളുള്ളത്. ഷാബാനെ കുറിച്ച് പണ്ടേ നമ്മൾ കേൾക്കാറുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞതായി, ഷാബാനു ഷഹരി, ഷാബാൻ എൻ്റെ മാസമാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പരിശുദ്ധ മക്കയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശത്രുക്കൾ റസൂലുള്ളാഹിൻ്റെ ചുറ്റുഭാഗത്തും കൂടിയിരിക്കുകയാണ്. അവർ പറഞ്ഞു മുത്തനബിയോട്, നീ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾ പറയുന്നൊരു അത്ഭുതം നീ കാണിച്ചു തന്നാൽ മതി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചു, ഞാൻ എന്ത് അത്ഭുതമാണ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്? ആ സമയം രാത്രിയായിരുന്നു. ആകാശത്ത് 14-ാം രാവിൻ്റെ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യമാകണം പറയേണ്ടത് എന്ന് മക്കക്കാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അവർ നേരെ ചന്ദ്രനെ നേരെ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചന്ദ്രനെ 2 പിളർപ്പാക്കി തന്നാൽ ഞങ്ങൾ നിന്നോട് വിശ്വസിക്കാമെന്ന്. ആ സമയം പ്രപഞ്ചനാഥനായ അള്ളാഹു റസൂലുള്ളാഹിൻ്റെ അഭിമാനം അള്ളാഹു തആല രക്ഷപ്പെടുത്തുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തിലേക്ക് ചൂണ്ടി ചന്ദ്രനെ നേരെ കൈ കാണിച്ച് ചന്ദ്രനെ 2 ദിശയിലേക്ക് മാറ്റുന്ന രീതിയിൽ തൻ്റെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ ചന്ദ്രൻ 2 ഭാഗത്തേക്ക് പിളരുകയാണ്. ഈ മുഅ്ജിസത്തിനെ കുറിച്ചാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തക്കം കിട്ടിയാൽ പരിഹസിക്കാനും പുണ്യനബി ഇല്ലാതെയാക്കാനും ശപിക്കുന്ന ശത്രുക്കൾക്കിടയിൽ റസൂലുള്ളാഹിൻ്റെ അഭിമാനം അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ഈ സംഭവം ഉണ്ടായത് ഷഅബാൻ മാസത്തിലാണ്. അതുകൊണ്ടുകൂടെയാണ് ഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.